ദൈവത്തിൻ്റെ മഹത്വം. കർത്താവ് തന്ന നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവ സന്നിധിയിൽ വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരം എപ്രകാരം നിൽക്കുവാൻ ദൈവമിടയാക്കിയതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പല വിശുദ്ധന്മാരുടേത് കേട്ടതും നമുക്കൊക്കെ വളരെ പരിചയമുള്ളതുമായ ഒരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിച്ചുണർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയതായ ചില കാര്യങ്ങൾ മാത്രം ചുരുക്കമായി ഓർമ്മിച്ചുണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം വായിക്കാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 38-ാം വാക്യം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. നമുക്കെല്ലാം വളരെ അറിയുന്നതായ ഒരു വേദഭാഗമാണിത്. ഏലിയാവ് പ്രാർത്ഥിച്ചതായ സമയത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങുവാൻ അവിടെ ഒരു വലിയ പ്രവൃത്തി, ഒരു അത്ഭുതം നടക്കുവാനും ഇടയായതായി നമുക്കെല്ലാം അറിയാം. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് ജീവിച്ചിരുന്നത് പോലെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നേരത്തെ നമ്മളെ കുറിച്ച് ഓർമ്മിച്ചതുപോലെ ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. ഏലിയാവ് ജീവിച്ചിരുന്ന കാലത്തെ കുറിച്ച് 1 രാജാക്കന്മാർ 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന 30-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വായിച്ചാട്ടെ. 1 രാജാക്കന്മാർ 16:30. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. 33-ാം വാക്യം. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേൽ ദൈവമായ യഹോവയെ കോപിക്കാൻ തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്ക വിധത്തിലുള്ള വളരെയധികം ദോഷം പ്രവർത്തിച്ച ഒരു രാജാവായിരുന്നു ആഹാബ്. ആ ആഹാബിന്റെ കാലത്താണ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതായ ഏലിയ പ്രവാചകന്റെ ശുശ്രൂഷ കാലഘട്ടവും. നമ്മൾ ജീവിക്കുന്നതായ ഈ കാലഘട്ടവും അങ്ങനെയാണ്. പാപത്തെ കച്ചവടം പോലെ കുടിച്ച് സത്യദൈവത്തെ ആരാധിക്കുന്നവർക്ക് എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ നാടുകളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഏലിയാവിന്റെ അനുഭവം. ഏലിയാവിന്റെ കാലത്ത് ദൈവം ഇറങ്ങി പ്രവർത്തിച്ചതുപോലെ ദൈവത്തിന്റെ ഒരു തീ അയക്കുന്ന അത്ഭുത പ്രവൃത്തികൾ ദൈവം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്, അങ്ങനെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഈ കാലത്തിൽ വേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അന്ന് ഇസ്രായേൽ ജനമെല്ലാം സത്യദൈവത്തെ അല്ലെങ്കിൽ എല്ലാവരുമല്ല, ബഹുഭൂരിപക്ഷം പേരോ ബാലിനെ മറ്റും ആരാധിച്ച് ബാലിനെ നമസ്കരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ സത്യദൈവത്തിലേക്ക് തിരിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകനായി ഏലിയാവ് അവിടേക്ക് അയക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അന്ന് ഇസ്രായേലിന്റെ മുമ്പില് ഏലിയാവ് രണ്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ വെക്കുകയാണ്. നിങ്ങൾ ബാലിന്റെ പ്രവാചകന്മാർ ബാലിനെ വിളിച്ച് അപേക്ഷിക്കുക. ബാലാണ് സത്യദൈവമെങ്കിൽ അവൻ തീ കൊണ്ട് ഉത്തരവരട്ടെ. ഞാൻ യഹോവയെ വിളിച്ച് അപേക്ഷിക്കാം. യഹോവയാണ് സത്യദൈവമെങ്കിൽ അവൻ തീ കൊണ്ട് ഉത്തരവരട്ടെ. തീ കൊണ്ട് ഉത്തരവരുന്ന ദൈവം ആരാണോ അവനാണ് സത്യദൈവം എന്ന് താൻ പറയും. ഇസ്രായേൽ ജനങ്ങൾ അംഗീകരിച്ചിട്ട് എല്ലാവരെയും കർമ്മേൽ പർവ്വതത്തിലേക്ക് ഏലിയാവ് പ്രവാചകൻ കൂട്ടി വരുത്തുന്നതായി അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ 18-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. കർമ്മേൽ പർവ്വതത്തിലേക്ക് അവര് ഇസ്രായേൽ ജനമെല്ലാം കടന്നു വരുന്നു. ആദ്യം ബാലിന്റെ പ്രവാചകന്മാർക്ക് അവസരം കൊടുക്കുകയാണ്. അവര് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെയും അവര് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 25 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് അത് കാണാവുന്നതാണ്. എന്നാൽ അവര് വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു, തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെയും ചെയ്തിട്ടും അവർക്ക് അവരുടെ ദൈവം തീ കൊണ്ട് ഉത്തരവരുവാനിടയായില്ല. അവസാനം ഏലിയാവിന്റെ സമയം വരികയാണ്. ഏലിയാവ് ചെയ്തതായ ആ ചുരുക്കം ചില കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞുകൊണ്ട്
നമ്മുടെ ജീവിതത്തിലും അതിനായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം തീ കൊണ്ട് ഉത്തരവരുളുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഏലിയാവ് ചെയ്തതായ ആ കാര്യങ്ങളെ കുറിച്ച് ചുരുക്കമായി നിങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 18-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഏലിയാവ് ചെയ്തതായ ഒരു കാര്യം അവിടെ നമുക്ക് കാണാം. വായിച്ചാൽ 30-ാം വാക്യം. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി എന്ന് എഴുതിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ തീ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ യാഗപീഠത്തെ പണിയുക, യാഗപീഠത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മളെ താഴ്ത്തുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല നമ്മുടെ ജീവിതം മുற்றிലുമായി ഏലിയാവ് യാഗപീഠത്തെ പണിതതുപോലെ പണിയപ്പെടുവാൻ ഇടയാകും. നാം ആ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അന്ന് ദൈവത്തിന് ഒരു ആലയം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആലയത്തിലല്ല ഈ യാഗം ഏലിയാവ് തീ വന്നത്. നാം 18-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 19-ാം വാക്യത്തിലുണ്ട് കർമ്മേൽ പർവ്വതത്തിൽ കൂടി വരുവാൻ പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അന്ന് ആ കാലത്ത് ഒരു ആലയമുണ്ട്. അവിടെ ആഹാബ് വളരെ ദുഷ്ടനായ രാജാവായിരുന്നത് കൊണ്ട് അവിടെ വേണ്ടതുപോലെയുള്ള ശുശ്രൂഷകളൊന്നും ആ കാലത്ത് നടക്കുന്നില്ലായിരുന്നു. എങ്കിലും ഈ കർമ്മേൽ പർവ്വതത്തിൽ ജനത്തെ കൂട്ടി വരുത്തുവാൻ പറഞ്ഞിട്ട് അവരോട് പറയുകയാണ് അവിടെ താൻ ചെയ്യുന്നത് ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം അവർക്ക് ആ കർമ്മേൽ പർവ്വതത്തിൽ അതിനു മുൻപ് തന്നെ ഒരു യാഗപീഠം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് വളരെ വ്യക്തമായി പറയുന്നു, അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ആലയത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, ജീവിതത്തെ ക്രമീകരിക്കുക മാത്രമല്ല, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ജീവിതം, നാം എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതം നയിക്കുന്നത്, അവിടെ എല്ലാം ഇടിഞ്ഞു കിടക്കുന്നതായ ആ യാഗപീഠത്തെ നമുക്ക് പുതുക്കി പണിയുവാൻ, അതിനെ നന്നാക്കുവാൻ ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഇന്നും നമ്മുടെ ജീവിതത്തിൽ തീ ഇറക്കുവാൻ, അത്ഭുതം ചെയ്യുവാൻ ദൈവം ഒരുക്കമാണ്. ദൈവം അതിന് ശക്തനാണ്. പക്ഷെ ദൈവത്തിന് പലപ്പോഴും അതിന് കഴിയാതെ പോകുന്നതിന് കാരണം നമ്മുടെ യാഗപീഠം പല സന്ദർഭങ്ങളിലും ഇടിഞ്ഞു പോയി എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, യാഗപീഠം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, യേശു ചോദിക്കുകയാണ്, യാഗപീഠമാണോ അതിൽ അർപ്പിക്കുന്ന യാഗമാണോ വലുത് എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 18 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല, അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവരോ കടക്കാരൻ എന്ന് നിങ്ങൾ പറയുന്നു. പുരുഷന്മാരായുള്ളവരെ ഏത് വലിയത്? ഏതാണ് വലിയത്? വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമാണോ എന്ന് ചോദിച്ചിട്ട് പറയാണ്, ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ അതിനെയും അതിന്മേലുള്ള സ്ഥലത്തെയും ചൊല്ലി സത്യം ചെയ്തത് പറഞ്ഞാൽ യാഗപീഠത്തെ ക്രമീകരിക്കാതെ യാഗപീഠം ഇടിഞ്ഞു കിടന്നുകൊണ്ട് എന്ത് യാഗം നമ്മൾ അർപ്പിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും ദൈവസ്ഥനിൽ അംഗീകരിക്കപ്പെട്ടതായി മാറുകയില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ആദ്യം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ യാഗപീഠത്തെ നാം പണിയുവാൻ ഇടയാകുകയും യാഗപീഠത്തെ പണിയുമ്പോൾ ദൈവത്തിന്റെ തീ ഇറങ്ങുവാൻ ഇടയാകും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന അനുഭവവുമായി ബന്ധപ്പെട്ട് നമ്മിലുള്ള ചില യാഗപീഠങ്ങളെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പഴയ നിയമകാലത്ത് അക്ഷരികമായ തീയാണ് ഇറങ്ങുവാൻ ഇടയായത്. എന്നാൽ പുതിയ നിയമകാലത്തേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. തീ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ പതിച്ചു എന്ന 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നാം വായിക്കുമ്പോൾ വായിച്ചാട്ടെ. അഗ്നിജ്വാല പോലെ വളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളായി, അഗ്നിജ്വാലയായി
അവരെ കൂടിയിരിക്കുന്നവരുടെ മേൽ ഇറങ്ങുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവാണ് ഒരു അഗ്നിയായി വ്യാപരിക്കുവാൻ, അഗ്നിയായി ഇറങ്ങുവാൻ ഇടയാകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മേൽ ഈ അഗ്നി അഭിഷേകം പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഇവിടെ പറയുന്നത് ഓരോരുത്തരുടെയും മേൽ പതിഞ്ഞു എന്ന് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങണമെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ശരീരത്തെ ഒരു യാഗപീഠമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ അതിലെന്തെല്ലാം ഇടിവുകൾ വന്നിട്ടുണ്ടോ അതിനെല്ലാം നമുക്ക് ക്രമീകരിക്കുവാൻ ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ദൈവത്തിന് ഒരു യാഗമായി സമർപ്പിക്കണം എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചാൽ, നിങ്ങളുടെ അവയവത്തെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. നമ്മുടെ ശരീരത്തെ നാം ഓരോ അവയവങ്ങളെയും വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. അല്ലെങ്കിൽ ഈ ശരീരം കൊണ്ട് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ നാം നമ്മെ സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായി സമർപ്പിച്ചു കൊടുക്കുന്നവരായി നാം കാണപ്പെടണം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾക്ക് ശുശ്രൂഷകരുടെ യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ലാലോകത്തിൽ പറഞ്ഞതായ ഒരു വാക്യം ഇപ്രകാരമാണ്: നാം ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ദൈവത്തിന് പ്രസാദമാകുന്ന രീതിയിലായിരിക്കണം നാം കഴിക്കുന്നത് എന്ന്. റോമർ 14-17 വാക്യം വായിച്ചുകൊണ്ട്, ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമല്ലേ അത്രേ. അതിൽ ദൈവത്തെ, ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമാണ്. അതിൽ ദൈവത്തെ സേവിക്കുന്നവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം എന്ന് താൻ പറയുകയുണ്ടായി. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കാം. ഏതെല്ലാം കാര്യങ്ങളിലാണ് നമുക്കത് ചെയ്യാൻ കഴിയാതെ പോയത്? നമ്മുടെ കണ്ണുകൊണ്ടാണോ, നമ്മുടെ നാവുകൊണ്ടാണോ, നമ്മുടെ കാതുകൊണ്ടാണോ, കൈകൊണ്ടാണോ, കാലുകൊണ്ടാണോ, ഏതിലാണോ ആ യാഗപീഠം ഇടിഞ്ഞതായ അവസ്ഥ നമുക്കുള്ളത്? ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അവൻ ബഹുഭൂരിപക്ഷം അഭിഷേകത്തെ പ്രാപിച്ചവരാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉണർത്തിക്കും. നിങ്ങളുടെ ഏത് അവയവമാണ് ആ നീതിക്കടിമയെ സമർപ്പിക്കപ്പെടാത്തത് എന്നോ, ഏത് അനുഭവത്തിലാണ് നിങ്ങളുടെ ശരീരത്തിലെ ശരീരമാകുന്ന യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നത് എന്നുള്ളത്? ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമതായി പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന്റെ തീ ഇറങ്ങേണ്ടുന്ന മറ്റൊരു സ്ഥലം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നത് റോമർ 5:5 വായിച്ചാൽ, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവാകുന്ന ആ അഗ്നിയിൽ കൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെന്നുള്ള ദൈവത്തിന്റെ തീയെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം പകരുന്നുവെന്ന. അപ്പോൾ അഗ്നിജ്വാലകൾ പിളർന്നിരിക്കുന്ന നമ്മളെ ശരീരത്തിൽ അറിയുന്നു. അത് ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അഗ്നിജ്വാലയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ നാം ഒരു യാഗപീഠമായി പണിയുവാൻ ഇടയാകെ. ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മുടെ ഹൃദയം ആകുന്ന യാഗപീഠം വെടിഞ്ഞു പോയിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം ദൈവം എപ്പോഴും വീക്ഷിക്കുന്ന ഒന്നാണ്, ആരാഞ്ഞറിയുന്നതാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. അത് ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളും വിചാരങ്ങളും നിരൂപണങ്ങളും സങ്കല്പങ്ങളും ധ്യാനവും ഓർമ്മയും അങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ അടങ്ങിയ ഒന്നാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്: ഹൃദയം എല്ലാറ്റിനെക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നത് ആര്? യഹോവയായ ഞാൻ ഹൃദയത്തെയും ആ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നു. ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം, മറ്റൊരു ഭാഗത്ത് ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവം, മറ്റൊരു ഭാഗത്ത് ഹൃദയത്തെ കാണുന്ന ദൈവം
എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവം വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് തിരുവചനത്തിൽ നിന്ന് പല ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠം ഇടിഞ്ഞു പോയിരിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ 20 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയം എന്നുള്ള ആ യാഗപീഠത്തിൽ ഹൃദയത്തിൽ വരുന്ന അശുദ്ധികളെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചാട്ടെ, മർക്കോസ് 7:20 മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നവരെ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്തു നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം. മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, നമ്മുടെ ചിന്തകളെ നാം നിയന്ത്രിക്കണം എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ ദൈവം നോഹയുടെ കാലത്ത് പ്രളയം വരുത്തുവാനുള്ള കാരണങ്ങളിൽ ഒന്നായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യരുടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് ദൈവം കണ്ടുവെന്ന 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യരുടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്ന് കണ്ടിട്ട് ദൈവം ന്യായവിധി അയക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകൾ ദൈവമുമ്പാകെ എപ്പോഴും വിശുദ്ധമായി കാണപ്പെടണം. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ ലോകമെമ്പാടും പോയേക്കാം. ദൈവത്തിന് സ്തോത്രം. മനസ്സിന്റെ ആ മനസ്സ് നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ന്യൂയോർക്കിലല്ല മറ്റെവിടെയെങ്കിലും ഒക്കെ സഞ്ചരിച്ചെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. അവിടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത്, ജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വീണ്ടും അവിടെ വായിക്കുമ്പോൾ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, അടുത്തത് അവിടെ പറയുന്നത് കൊലപാതകം എന്ന. ദൈവത്തിന് സ്തോത്രം. അക്ഷരീകമായി നമ്മൾ ആരെയും കൊല ചെയ്യാറില്ല. എന്നാൽ ആത്മീകമായിട്ട് അതിന്റെ ചില അനുഭവങ്ങൾ ഹൃദയത്തിൽ വരുന്നതിനെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അപ്പോൾ പക എന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് കൊലപാതകത്തിന് തുല്യമാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരോടെങ്കിലും നമുക്ക് പകയുണ്ടോ? നമ്മുടെ ഒരുപക്ഷെ നമുക്ക് ദ്രോഹം ചെയ്തവരായിരിക്കാം, നമ്മെ കുറിച്ച് തിന്മ പറഞ്ഞവരായിരിക്കാം, അവരിൽ നിന്നും ചില നഷ്ടങ്ങൾ നമുക്ക് നേരിട്ടിരിക്കാം. അങ്ങനെയുള്ളവരോടാണ് നമുക്ക് പകയുണ്ടാകുന്നത്. പക്ഷേ പക നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠത്തെ ഇടിച്ചു കളയുന്ന ഒരു അശുദ്ധിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ പറയുന്നത് മോഷണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ശരിയമായി മോഷ്ടിക്കാറില്ല. നമ്മുടെ എപ്പോഴും പറയുമായിരുന്നു, മോഹിക്കുന്നത് തന്നെ മോഷണത്തിന് തുല്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തതായി ഇവിടെ പറയുന്നത് വായിച്ചാട്ടെ, അത്യാഗ്രഹം. ദൈവം നമുക്ക് നൽകുന്ന എന്തുമാകട്ടെ അതുകൊണ്ട് നാം തൃപ്തിപ്പെടുന്നവരായിരിക്കുകയാണ്. അതിനപ്പുറത്ത് ആഗ്രഹിക്കുമ്പോൾ ആ അത്യാഗ്രഹം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ആ അത്യാഗ്രഹം എന്നോ ദ്രവ്യാഗ്രഹമെന്നോ 2 വിധത്തില് അതിനെ തിരുവചനം പറയുന്നുണ്ട്. അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാ. അടുത്തത് ദുഷ്ടത. ദൈവത്തിന്റെ സ്തോത്രം. ദുഷ്ടത, അക്ഷരീകമായ ദുഷ്ടതകളുണ്ട്. ആ തിരുവചനത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വലിയ ക്രൂരതയൊന്നും ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ പകയും കയ്പും ഒക്കെ ദുഷ്ടതയുടെ അനുഭവങ്ങളാണ് എന്ന് സദൃശ്യവാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാം. 26-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്നേഹം ശ്രമിക്കുന്ന അധികവും ദുഷ്ടഹൃദയവും എന്ന് പറഞ്ഞിട്ട് താഴേക്ക് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പക, ചതിവ്, വെറുപ്പ്, കപടം എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതും ഹൃദയത്തിലാണ്. ഇതൊക്കെയും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠം ഇടിഞ്ഞു പോയി. അടുത്തത് അവിടെ പറയുന്നത് ചതി എന്ന. ദൈവത്തിന്റെ സ്തോത്രം. അറിഞ്ഞോ അറിയാതെയോ ഒരു വ്യക്തിയെ പോലും ചതിക്കുവാനും വഞ്ചിക്കുവാനും ഇടയാകരുത്. ദൈവത്തിന്റെ സ്തോത്രം. യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം. യാക്കോബ് തന്റെ സഹോദരനെ 2 പ്രാവശ്യം ചതിച്ചു, പോലെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഏശാവിനെ പറയുന്നത് അവനെ 2 പ്രാവശ്യം ചതിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ അങ്ങനെ യാക്കോബിനെ സംഭവിച്ചതോ ദൈവത്തിന്റെ സ്തോത്രം. തുടർന്ന് നാം വായിക്കുമ്പോൾ യാക്കോബിനെ 10 പ്രാവശ്യം ലാബാൻ ചതിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 2 പ്രാവശ്യം ചതിച്ച യാക്കോബ് 10 പ്രാവശ്യം ചതിക്കപ്പെടുന്നതായി 31-ന്റെ 41-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ ചതിച്ചാൽ അല്ലെങ്കിൽ വഞ്ചിച്ചാൽ അല്ലെങ്കിൽ പറ്റിച്ചാൽ തൽക്കാലം നമുക്ക് അതൊരു നേട്ടം പോലെ തോന്നിയാൽ
പിൽക്കാലത്ത് അതിന്റെ ഫലമടന്ന് നമുക്ക് നഷ്ടങ്ങൾ നേരിടാനായിട്ട് വരും. അടുത്തത് ദുഷ്കർമ്മമെന്നോ പിന്നെ വിടത്തുകളെന്നോ ദൂഷണമെന്നോ അഹങ്കാരമെന്നോ മൂഢതയെന്നോ പറഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ അകത്ത് നിന്ന് പുറപ്പെട്ടു വരുന്ന പല ദോഷങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള ഏതെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠം ഇടിഞ്ഞു പോയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാകുന്ന തീ ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങണം. ഹൃദയത്തിൽ നിന്ന് ആ പരിശുദ്ധാത്മശക്തി വ്യാപരിച്ചാലാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സ്വഭാവത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാകുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ചിലപ്പോൾ കാലപ്പഴക്കം കൊണ്ടും അനുഭവം കൊണ്ടും പറഞ്ഞുള്ള ശീലം കൊണ്ടും നമ്മൾ ഒരു പക്ഷേ അന്യഭാഷ പറയുന്നതായിരിക്കാം. പക്ഷെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ തീ കത്തുന്നതായ ആ അനുഭവം നമുക്ക് ഈ നാടുകളിൽ ഉണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠം ഇടിഞ്ഞിരിക്കുന്നോ? നമ്മുടെ നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ഏത് കാര്യത്തിലാണോ ആ ഇടിഞ്ഞു കിടക്കുന്ന ഹൃദയത്തിൽ അതിനെ വീണ്ടും പണിത് ഉയർത്തിക്കൊള്ളുക. ദൈവത്തിന്റെ സ്തോത്രം. മൂന്നാമത് ദൈവത്തിന്റെ തീ ഇറങ്ങേണ്ടുന്ന സ്ഥലം യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ നാവ. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ പ്രകാരം യെശയ്യാവ് പറയുന്നത് നമുക്ക് കാണുക. യെശയ്യാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചാട്ടെ. 6-7 വാക്യങ്ങൾ വായിച്ചാട്ടെ. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടൽ കൊണ്ട് ഒരു തീക്കല്ലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ കടന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അതിരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകത്തിൽ നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. യാഗപീഠത്തിൽ നിന്നൊരു തീക്കല്ലെടുത്തുകൊണ്ട് സാറാഫുകളിൽ ഒരുവൻ കടന്നു വന്ന് യെശയ്യാവിന്റെ വായ്ക്ക് അധരങ്ങളെ തൊടുവിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു അഭിഷേകം എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിലും അഗ്നി ജ്വലിക്കുന്നതായ ഒരു അനുഭവമായി മാറ്റപ്പെടണം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ നാവിൽ അഗ്നി ജ്വലിക്കുന്ന അനുഭവമായി മാറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ മാറ്റപ്പെടണമെങ്കിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് നാവിന് 2 വിധത്തിലുള്ള തീയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതൊന്ന് നരകത്തിൽ നിന്നുള്ള നരകത്താൽ പിടിക്കുന്ന തീയാകുന്നു എന്ന് യാക്കോബ് അപ്പോസ്തലൻ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. നാം ഒരു ചെറിയ അവയവമെങ്കിലും വളരെ മുമ്പ് പറയുന്നു. കുറഞ്ഞത് എത്ര വലിയ കാട് കത്തിക്കുന്നോ നാവ് ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി രോഗമായ ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യും. നമ്മുടെ നാവിൽ ഒന്നെങ്കിൽ ദൈവത്തിന്റെ തീ കത്തും. ദൈവത്തിന്റെ തീ അല്ലെങ്കിൽ കത്തുന്നത് ഒരുപക്ഷെ നരകത്തിലെ തീയായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ നാവ് നമുക്ക് പാപകാരണമാകുമ്പോൾ നമ്മുടെ നാവ് നമ്മെയും മറ്റുള്ളവരെയും നരകത്തിലേക്ക് തള്ളിക്കളയുന്ന വിധത്തിലുള്ള തീ കത്തുന്ന ഒരവയവമായിട്ടാണോ കാണപ്പെടുന്നതോ? ദൈവത്തിന് സ്തോത്രം. അനേകർ അവസാന നാളിൽ ന്യായം വിധിക്കപ്പെടുവാൻ പോകുന്നത് വായിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ നിമിത്തമായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിന്റെ വായിലെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വായിലെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളൊരു പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് നമുക്കൊരു നിസ്സാര വാക്ക് പോലെ തോന്നി എന്ന് പറഞ്ഞാലും അതിന് മറ്റൊരു മനുഷ്യനെ ഇടിച്ചു കളയുവാനും മറ്റൊരു മനുഷ്യനെ താങ്ങി ഉയർത്തുവാനുമുള്ള ബലമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ ചിലപ്പോൾ ഒരു തമാശയായിട്ടായിരിക്കും പറയുന്നത്, ഒരു കളിയായിട്ടായിരിക്കും പറയുന്നത്. ഒരു പക്ഷേ ആ വാക്ക് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തകർക്കുന്നതായിരിക്കാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് തുറന്നു കാണുവാൻ കഴിയുന്നുണ്ട്. ഈ നാവ് കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ഇതേ നാവ് കൊണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കുറ്റം പറയുന്നു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾക്ക് അപ്രകാരമുള്ള അനുഭവങ്ങളാണോ നമ്മുടെ നാവ്? ദൈവത്തിന്റെ തീയാണോ നമ്മുടെ നാവിൽ കത്തുന്നത്? അതോ നരകത്തിൽ നിന്നുള്ള തീയാണോ നമ്മുടെ നാവിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ നാടുകളിൽ നാവ്
നമ്മുടെ നാവിനെ ദൈവത്തിന്റെ തീ കത്തുവാൻ തക്കവണ്ണമുള്ള ഒരു അവയവമായി സമർപ്പിക്കുവാനിടയാകണം. നരകത്താനുള്ള തീ ആ നാവിൽ വന്നിട്ടുണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ നാവെന്ന യാഗപീഠത്തിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി വരുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ യാഗപീഠം പണിയുന്നതിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിന്റെ പ്രകാരം പറയുന്നുണ്ട്, കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെ യാഗപീഠം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 24-ാം വാക്യത്തിൽ മണ്ണുകൊണ്ട് യാഗപീഠം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നു. 25-ാം വാക്യത്തിൽ വായിച്ചാൽ 25-ാം വാക്യം, 20-ാം അധ്യായം 25-ാം വാക്യം. ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. കല്ലുകൊണ്ട് യാഗപീഠം പണിയുമ്പോൾ നിന്റെ ആയുധമൊന്നും അതിൽ തൊടണ്ട. കല്ല് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ എടുത്തു വെച്ച് യാഗപീഠം പണിയുവാനാണ് ദൈവം അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവം നമുക്ക് തരുന്ന വചനങ്ങളിൽ നമ്മുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളും നമ്മുടേതായിട്ടുള്ള ന്യായീകരണങ്ങളും ഒന്നും വേണ്ട. അതിനനുസരിച്ച് പൂർണ്ണമായി നമ്മെ സമർപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ആയുധം അതിനോട് ചേർക്കാം. നമ്മുടെ ന്യായീകരണങ്ങളും അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, സാഹചര്യ നിമിത്തമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ന്യായീകരണങ്ങൾ അതിൽ ചേർത്താൽ ആ യാഗപീഠം ദൈവത്തിന്റെ യാഗപീഠമാകുകയില്ല. ദൈവത്തിന്റെ തീ അതിന് കത്തുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഈ നാടുകളിൽ ദൈവം നമുക്ക് തരുന്ന അപ്പസ്വലന്മാരിൽ കൂടെ നമ്മുടെ വിശുദ്ധന്മാരിൽ കൂടെ ദൈവം നമുക്ക് തരുന്ന വചനങ്ങൾ എന്ത് തന്നെയാണോ അതുപോലെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ നാമവും നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും എല്ലാം സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ തീയ അതിന് കത്തുവാനിടയാണ്. ഏലിയാവ് ഒന്നാമതായി യാഗപീഠം പണിയുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും നാം ആ വേദഭാഗത്തിലേക്ക് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിലേക്ക് തിരികെ വരുമ്പോൾ അടുത്തതായിട്ടുള്ള മറ്റൊരു അനുഭവം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിന്റെ 29-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വായിച്ചാട്ടെ. 29-ാം വാക്യം. ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ നമ്മുടെ എഴുതിയിരിക്കുക. ഇവര് ഒരുപക്ഷെ രാവിലെ തുടങ്ങി കാണുമായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ആ സമയം തൊട്ട് ഈ വാനിന്റെ പ്രവാചകന്മാരൊക്കെ നിന്ന് ഉറഞ്ഞു തുള്ളുകയാണ്, വെളിച്ചപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു സമയം വരെ ഒരു കൃത്യ സമയം വരെ കാത്തു നിൽക്കുന്നത് നമുക്ക് 35-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരും. 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിച്ചാതെ 36-ാം വാക്യം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ അതുവരെയും ഏലിയ പ്രവാചകൻ മാറി നിൽക്കുകയാണ്. ഇവര് ചെയ്യുന്നത് കണ്ടിട്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം ഏതാ. ദൈവത്തിന്റെ സ്തോത്രം. എന്ന് വെച്ചാൽ ദൈവം പ്രവർത്തിക്കുന്നതിനെല്ലാം ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. നമ്മൾ കിടന്ന് ധൃതി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ വെപ്രാളപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഏത് കാര്യത്തിനും നമുക്ക് ദൈവത്തിന്റെ സമയം വരെ, ദൈവം പ്രവർത്തിക്കുന്നതായ ആ സമയം വരെ നമുക്ക് കാത്തിരിക്കുവാനിടയാണ്. അപ്രകാരം നമ്മൾ കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. സഭാപുസ്തകത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നുവെന്ന ദൈവത്തിന്റെ സ്തോത്രം. അവൻ സകലവും അതതിന്റെ വായിച്ചാടെ ആ ഭാഗം 3-ന്റെ 11. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് വിഗ്രഹം മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചു. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു എന്നാണ്. അതതിന്റെ ഒരു സമയമുണ്ട്. ദൈവത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ഒരു സമയമുണ്ട്. നമുക്ക് പലപ്പോഴും ആ സമയം വരെ കാത്തിരിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഓടിപ്പോയി ലോൺ എടുക്കുന്നതും അപ്പോൾ ഒന്ന് വെള്ളമൊന്നും മേടിക്കുന്നതും നമ്മൾ മാനുഷികമായ വഴികൾ തേടുന്നതിനും ഒക്കെ കാരണം നമുക്ക് ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. നാം ദൈവത്തിന്റെ പല പ്രവൃത്തികൾ നോക്കിയാൽ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുവാൻ കൊണ്ടുപോയി അബ്രഹാം അവനെ കെട്ടി യാഗം
യാഗപീഠത്തിൽ കിടത്തി. എന്നിട്ട് കത്തിയെടുത്ത് വെട്ടാൻ തുടങ്ങുന്ന, ആ കത്തിയെടുത്ത് ഉയർത്തുന്ന ആ സമയം വരെ ദൈവം കാത്തിരുന്നു. ദൈവത്തിന് സ്വന്തം. അപ്പോഴാണ് ദൈവം തന്നോട് സംസാരിക്കുവാനിടയായത്. അപ്പൊ ദൈവം എന്തുകൊണ്ട് നേരത്തെ സംസാരിച്ചില്ല? ഇവരെ പിടിച്ച് കെട്ടി കിടത്തുന്നതിന് മുമ്പ് ദൈവത്തിന് ആ ആട്ടുകൊറ്റനെ കാണിച്ചു കൊടുത്തുകൂടായിരുന്നോ? ദൈവത്തിന് സ്വന്തം. ആ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അവിടെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അബ്രഹാം തന്റെ മകനെ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുവാൻ വേണ്ടി കത്തിയെടുത്ത് ഉയർത്തുകയാണ്. 22-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കത്തിയെടുത്ത് ഉയർത്തുകയാണ്. അപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. എന്നിട്ട് അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. എന്തുകൊണ്ട് അബ്രഹാം ഇതിനെ നേരത്തെ കണ്ടില്ല? ആ ആട് അപ്പോൾ ഓടി വന്നതല്ല, എവിടുന്നെങ്കിലും ഓടി വന്നതല്ല. അവിടെ എഴുതിയിരിക്കുന്നത്, ആ അബ്രഹാം തലവൊക്കെ നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. ഈ ആട് ആകുന്നത് പരിശ്രമിച്ചാണ് കൊമ്പ് അതിന്റെ അതിന് ഊരിയെടുക്കുവാൻ. എന്നിട്ട് ക്ഷീണിച്ചപ്പോഴായിരിക്കും അവിടെ കിടന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ആ ആട് അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്വന്തം. പക്ഷെ താൻ അതിനെ നേരത്തെ കണ്ടില്ല. ആ സമയമായപ്പോഴാണ് താൻ ഇത് കാണുവാനിടയായത്. നാം ഇസ്രായേലിനെ കുറിച്ച് വായിക്കുമ്പോഴും ഇസ്രായേലിനെ ഹാഗാറിനെയും അബ്രഹാം അവിടെ നിന്ന് ഇറക്കി വിടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്വന്തം. അങ്ങനെ ആ ഇറക്കി വിടുന്നതായ, അവരങ്ങനെ പോകുന്നതായ ആ സമയത്ത് ഈ ഇസ്മായിലിനെ ഹാഗാറിനെ ഇറക്കി വിടുകയാണ്. അപ്പോ വെള്ളം തീർന്നു. ഒരു തുരുത്തി വെള്ളവും അപ്പം കൊടുത്താൻ വിടുന്നത് വെള്ളം തീർന്നു. ഇസ്മായിൽ കിടന്ന് കരയുവാൻ തുടങ്ങി. അവനെ ഒരു കുറുങ്കാട്ടിന്റെ കീഴിലിട്ടിട്ട് കുഞ്ഞു പറ്റിക്കുന്നത് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഹാഗാർ കുറച്ച് ദൂരത്ത് മാറിപ്പോയി. ഒരു അൻപിൻപാട് ദൂരത്ത് മാറി എന്ന് കരഞ്ഞുവെന്ന ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഒരു ദൂതനെ അയച്ചു. ദൂതൻ നമ്മളോട് സംസാരിക്കുകയാണ്. 21:18 നാം വായിക്കുമ്പോൾ, വായിച്ചാട്ടെ. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളിച്ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. നീരുറവ് നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ദൈവം ഒരു നീരുറവ് തുറന്നു എന്നല്ല, ദൈവം അവളുടെ കണ്ണ് തുറന്നു എന്നാ. ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ ഇങ്ങനെയാണ് പ്രിയമുള്ളതിനെ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ക്ഷമയോടെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്. 10-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ ദൈവേഷ്ടം ചെയ്ത വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിഷ്ണുതയോടെ നമുക്ക് കാത്തിരിക്കുവാൻ കഴിഞ്ഞാലേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി നാം കാണപ്പെടാം. ദൈവത്തിന്റെ സമയം വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം ഏലിയാവ് വന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ തീ ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ തീ ഇറങ്ങുകയും ആ തീ നിമിത്തമായിട്ട് 38-ാം വാക്യത്തിൽ നാം വായിച്ചപ്പോൾ അവിടെ മലയാളത്തിൽ ഒരു വാക്ക് വിട്ടു പോയിട്ടുണ്ട്. തമിഴിൽ വായിക്കുമ്പോൾ അവിടെ ഒന്നാമത് പറയുന്നത് 38-ാം വാക്യത്തിൽ യഹോവയുടെ തീ ഇറങ്ങി ഒന്നാമത് ഹോമയാഗം ദഹിപ്പിച്ചു എന്ന ദൈവത്തിന്റെ സ്തോത്രം. ആ യാഗമായി അർപ്പിച്ചിരുന്ന ആ കാളയെ ദഹിപ്പിക്കുക. രണ്ടാമത് വിറക് ദഹിപ്പിച്ചു എന്ന് പറയുക. ദൈവത്തിന്റെ സ്തോത്രം. വിറക് എന്ന് പറയുമ്പോൾ ആത്മീയമായി എന്താണെന്ന് കാണിക്കുന്നത്. നാം യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തില് വിറക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉണങ്ങിയ വൃക്ഷത്തിന്റെ കന്നുകളാണ് വിറക് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അവസാന ഭാഗത്ത് ഷണ്ടനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. ദൈവത്തിന്റെ സ്തോത്രം. എന്ന് വെച്ചാൽ നമുക്കുള്ള നന്മകൾ ഉണങ്ങി വരണ്ടു പോയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം ഈ വിറക് എന്ന് പറയുന്നത്. ഒരു ഉണങ്ങിയ വിറക് പോലെ ഒരു പ്രയോജനവുമില്ല. ശാരീരികമായും ബലഹീനപ്പെട്ട് രോഗികളായ കഷ്ടതയോടുകൂടെ ഒരു ഉണങ്ങിയ വൃക്ഷം പോലെ എന്നെ കൊണ്ട് ഇനി എന്തിനു കൊള്ളാം, എന്നെ കൊണ്ട് ഇനി എന്താണ് പ്രയോജനം എന്ന അവസ്ഥയിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കാം നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ തീ ഇറങ്ങുകയാണെങ്കിൽ ആ വിറക് ദഹിപ്പിക്കുവാനിടയാകും. അടുത്തത് നാം വായിക്കണം. തമിഴിലെ വാക്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും? 38-ാം വാക്യം. തമിഴിൽ വായിക്കുമ്പോൾ മണ്ണ്
அப்பொழுது கர்த்தரிடத்திலிருந்து அக்கினி இறங்கி அந்த சர்வாங்க தகனங்களையும் விறகுகளையும் കற்കളെയും. അടുത്തത് കല്ലുകൾ എന്നൊരു വാക്കുണ്ട്. മലയാളത്തിൽ കല്ലുകൾ എഴുതിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കല്ലിനെയും മണ്ണിനെയും ദഹിപ്പിച്ചു എന്നാണ് എഴുതി. ഇംഗ്ലീഷിലുണ്ട് കല്ലുകൾ എന്നുള്ളതായ വാക്ക്. ദൈവത്തിന് സ്തോത്രം. തീ ഇറങ്ങിയപ്പോൾ കല്ല് ആ കല്ലിനെ കൂടെ കത്തിച്ചു കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കല്ല് എന്നുള്ളത് കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള കല്ലായ ഹൃദയത്തെയാണ്. എഹെസ്കേൽ പ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 11-ാം അധ്യായത്തില് ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 19-ാം വാക്യത്തില് ഞാൻ നിങ്ങളുടെ കല്ലാകുന്ന ഹൃദയത്തെ മാറ്റിയിട്ട് മാംസളമായ ഒരു ഹൃദയം തരുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കഠിന ഹൃദയം, നമുക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത, മറക്കുവാൻ കഴിയാത്ത, വിട്ടുകളയുവാൻ കഴിയാത്ത, ദൈവവചനം കേൾക്കുമ്പോൾ അനുസരിക്കുവാൻ കഴിയാത്ത കല്ലാകുള്ള ഹൃദയത്തെ ഈ തീ കാണുമ്പോൾ അത് ദഹിപ്പിച്ച് കളയുവാൻ ഇടയായി തീരും. അടുത്തതോടെ വായിക്കുന്നത് മണ്ണ് ദഹിപ്പിച്ച് കളഞ്ഞുവെന്ന. മണ്ണ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളെ കാണിക്കും. നമ്മള് മണ്ണിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്. നിലത്തെ മണ്ണ് കുഴച്ചാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിന് സ്തോത്രം. ആ മണ്ണിന്റെ പ്രകൃതം പല സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോ അതാണ് കൊരിന്ത്യർ ലേഖനത്തിന് പ്രകാരം പറയുന്നത് പ്രാകൃത മനുഷ്യൻ, ഇംഗ്ലീഷിൽ നാച്ചുറൽ മാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രാകൃത മനുഷ്യൻ, ആണ് നമ്മുടെ മണ്ണിന്റെ സ്വഭാവം. നമുക്കെല്ലാം ഉണ്ടോ? ചിലപ്പോൾ പാരമ്പര്യം എന്ന് പറയാം, ജന്മ സ്വഭാവം എന്ന് പറയാം, ഞങ്ങളുടെ നാട്ടിന്റെ സ്വഭാവം എന്ന് പറയാം. ഇങ്ങനെയുള്ള പല പ്രാകൃത സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രാകൃത മനുഷ്യരുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതിനെയും ദഹിപ്പിച്ച് കളയുന്നതാണ് ദൈവത്തിന്റെ തീ. അടുത്ത മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ച് കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏലിയാവ് യാഗം അർപ്പിക്കുവാൻ കൊണ്ടുവന്ന ആ സമയം നാം നോക്കുമ്പോൾ അവിടെ അതിന്റെ 18-ാം അധ്യായത്തിന്റെ 33-34 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാളയെ വിറകടിക്ക് അതിന്മേൽ കാളയെ ഖണ്ഡമായി മുറിച്ച് വെച്ചിട്ട് അതിന്റെ തീ വെള്ളം ഒഴിക്കുകയാണ്. ഒന്നൊഴിച്ചു, രണ്ടൊഴിച്ചു, 2-ാം പ്രാവശ്യം ഒഴിക്കുവിൻ എന്ന് പറഞ്ഞ് 3-ാം പ്രാവശ്യം ഒഴിക്കുവിൻ എന്ന് പറഞ്ഞ് ആ വെള്ളം ഒഴിച്ച അതിന് ചുറ്റും തോട് പോലെ ഉണ്ടാക്കിയ തോട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ വിറകും യാഗമൊക്കെ വെള്ളത്തിനകത്ത് കിടക്കുകയായിരിക്കാം. മാനുഷികമായി നോക്കിയാൽ ഒരിക്കലും തീ കത്തുവാൻ സാധ്യതയില്ലാത്തതായ ഒരു സാഹചര്യം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ വെള്ളത്തിനകത്ത് മുങ്ങിയ അവസ്ഥയിലായിരിക്കാം നാം. എല്ലാം പ്രതികൂലം, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലം. ഒരു വിധത്തിലും നമുക്കൊരു വിടുതൽ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം, ഒരു സൗഖ്യം, ഒരു ജയം ഒന്നും നമ്മുടെ മാനുഷിക ദൃഷ്ടികൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലായിരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ആ വെള്ളം എന്ന് പറയുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. താൻ വെള്ളത്തെ കുറിച്ച് പറയുന്നത് ഇയ്യോബ് 11:16 ഈ കഷ്ടത മറക്കും ഒഴുകിപ്പോയ വെള്ളം എന്നാണ് കഷ്ടതയെ കുറിച്ച് പറയുന്നത്. ഒരുപക്ഷെ കഷ്ടതയാകുന്ന വെള്ളത്തിലായിരിക്കാം നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. കഷ്ടത നിമിത്തം ദൈവം ഇനി എന്റെ അവസ്ഥയിൽ, എന്റെ സാഹചര്യത്തിൽ പ്രവർത്തിക്കുമോ, ദൈവത്തിന് വിടിവിക്കുവാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചിന്താഗതികളോടുകൂടെ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടതായിരിക്കാം വന്നിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വീണ്ടും പറയുന്നുണ്ട് 27:20 വായിക്കുമ്പോൾ വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, പക്ഷെ പലവിധ സാഹചര്യങ്ങൾ നിമിത്തം, പലവിധ പ്രതികൂലങ്ങൾ നിമിത്തം നിങ്ങൾ ഭയക്കുന്നവരായിട്ടായിരിക്കാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 34:7 വായിക്കുമ്പോൾ വെള്ളം പോലെ പരിഹാസം എന്ന് എഴുതിയിരിക്കുന്നു. ജീവിതത്തിൽ അനുഭവിക്കുന്ന നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും നിമിത്തം ഒരുപക്ഷെ ജീവിതം തന്നെ മടുത്തു, അവസാനിച്ചേക്കാം, അല്ലെങ്കിൽ മതി കർത്താവേ എന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തെ കാണിക്കുക. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൈവിടപ്പെട്ട സഭയെ കുറിച്ച് വായിക്കുമ്പോൾ അവളെ ഒഴുക്കിക്കളയുവാൻ മഹാസർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നദി പോലെ പെരുവെള്ളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുണ്ടായിരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വെള്ളവും അത് ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു വന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ തീ ഇറങ്ങുകയും അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുകയും ചെയ്യുന്നവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ തീ ഇറങ്ങി അതിനു മുമ്പ് നാം അവിടെ
വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, അതിന്റെ മുമ്പുള്ള അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നത്, ഏലിയാവ് ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നു എന്ന. അത് കഴിഞ്ഞിട്ട് 3.5 സംവത്സരം കഴിഞ്ഞു, 3 വർഷവും 6 മാസവും കഴിഞ്ഞിട്ടാണ് ഈ തീ ഇറക്കുവാൻ വേണ്ടി ഏലിയാവിനെ ദൈവം അയക്കുന്നത്. ആ തീ ഇറങ്ങി കഴിഞ്ഞ ഉടനെ വീണ്ടും മഴ പെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പ്രകാരം ഓർപ്പിക്കുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നുപോയി. അവൻ 3.5 സംവത്സരം കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തുവെന്ന്. നമ്മുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മഴ നിന്ന അവസ്ഥയിലായിരിക്കാം കടന്നു വന്നിരിക്കുന്നത്. ആ 3.5 വർഷമോ അതിലധികമോ വർഷമായി പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ അതിന് വിടുതൽ ലഭിക്കാതെ, ഒരു അനുഗ്രഹം പാലിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട് നിരാശപ്പെട്ടതായിരിക്കാം നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഒരു കാര്യം മാത്രം മതി, ദൈവത്തിന്റെ തീ ഇറങ്ങിയാൽ മതി. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്തില്ലെങ്കിലും മഴ പെയ്യുവാൻ ഇടയായി തീരും. എത്ര പേർ വിശ്വസിക്കുന്നവർക്ക് കണ്ണുകളെ അടച്ചാട്ടെ, ഒരു നിമിഷം ഒന്ന് മുഴങ്ങാതെ മടക്കിയാട്ടെ. ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമാണ് പ്രിയമുള്ളവരെ. ഏലിയാവിനെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പ്രകാരമാണ് പറയുന്നത്, എന്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി വളരെയധികം ധൈര്യപ്പെടുത്തിയ, ബലപ്പെടുത്തിയ ഒരു വേദഭാഗമാണത്. 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന. എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. ദൈവത്തിന്റെ സ്തോത്രം. അതെ, ഈ ഏലിയാവ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഈ സമയത്ത് നിന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ മതി കർത്താവേ മരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. അതുകൊണ്ടാണ് അവിടെ യാക്കോബ് പറയുന്നത്, നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ, എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഏലിയാവിന്റെ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനിടയായി. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ തീ ഇറങ്ങുവാനിടയായി. ഈ പകൽക്കാലവും നിങ്ങളുടെ യാഗപീഠത്തെ ക്രമീകരിച്ചവരായി നിങ്ങൾ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഏലിയാവ് തീ ഇറങ്ങുവാൻ പോലും പ്രാർത്ഥിച്ചില്ല. കർത്താവേ, ഞാൻ നിന്റെ ദാസൻ, നീ കൽപ്പിച്ചിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തു, നീ ജനം അറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ തീ ഇറങ്ങുവാനിടയായി. ദൈവത്തിന്റെ പൈതലെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ സ്ഥലത്തിൽ കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നാമം, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ യാഗപീഠമായി പണിത് സമർപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ തീ ഈ നിമിഷം ഇറങ്ങുവാനിടയാകും. നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതികൂലമായി ആ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിനെ ദഹിപ്പിച്ച് കളയുന്നതാണ് ദൈവത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ പലരിൽ ആ അഭിഷേകത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഗ്നി വ്യാപരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. അതെ ദൈവ പൈതലെ, ഈ വെള്ളം നിന്നെ ഒഴുകി കളയുകയില്ല. ദൈവത്തിന്റെ തീ നിന്റെ മേൽ ഇറങ്ങുമ്പോൾ, അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുമ്പോൾ, അത് യാഗം മാത്രമല്ല, അവിടെയുള്ള കല്ലുകളും മണ്ണും ആ വെള്ളവും വറ്റിച്ചത് ദഹിപ്പിച്ച് കളഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാനിടയാകും. അനേക വർഷങ്ങളായി മഴ നിന്നതാണ്, അനുഗ്രഹം നിന്നതാണ്. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലത്തിൽ വിട്ട് നിങ്ങൾ മടങ്ങി പോകുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടെ മടങ്ങി പോകുവാനിടയാകും. എത്ര വിശ്വസിക്കുന്നു? അതേ പ്രിയമുള്ളവരെ, ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നെ നിങ്ങളെ പോലെ ഒരു ബലഹീനനായ ഒരു സാധാരണ മനുഷ്യൻ, ഒരു വാക്കുകെട്ട് ഭാരപ്പെട്ടു പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ വാക്കുകെട്ട് തന്റെ പ്രാർത്ഥനകളുടെ ദൈവം തീർത്തിരിക്കുക. എന്ന് പകൽക്കാലത്തിന്റെ കണ്ണിനെ കാണുന്ന ദൈവം, അത് നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവം, ഇത് പ്രാർത്ഥനയുക അവന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച എന്റെ ജീവിതത്തിൽ അനുഭവം ചെയ്യുക. എന്റെ വിളിച്ചതിനെ നയിക്കുവാൻ പോകുന്നു. എത്ര വിശ്വസിക്കുന്നു? എന്റെ സുഹൃത്താട്ടെ, അഭിഷേകത്തിന്റെ ശക്തി, ഒരു ദൈവത്തിന്റെ ശക്തി, ബലത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എന്റെ വഴി വന്നിരിക്കുന്ന ആ വെള്ളം ഇത് വലിയ താമരായി പോകാനിടയാകട്ടെ. ആ കണ്ടുപോല അനുഭവങ്ങൾ എന്റെ ജീവനാകട്ടെ. അനേക വർഷങ്ങളെ നിലനിൽക്കുന്ന ആ അനുഭവം ഇന്നും ദൈവം അന്റെ ഓർമ്മ തോന്നുന്നതിന് വിശ്വസിക്കുന്നവരെ കൊടുത്ത അഭിഷേകത്തിന്റെ അന്ത്യമാകുവാൻ നിങ്ങൾ നാവികമല്ല, നിങ്ങളുടെ ഹൃദയമല്ല, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിലും ദൈവത്തിന്റെ അഭിഷേകമാകട്ടെ. ജീവിതത്തിൽ ഇത് മടങ്ങുവാനിടയാകട്ടെ. വിശ്വസിക്കുന്നവരെ കൊടുക്കുക. അഭിഷേകം നിലനിൽപ്പോയി ഏലിയാവിന്റെ ദൈവം, നമ്മുടെ ദൈവം, ഏലിയാവിന്റെ ദൈവം, എന്റെ ദൈവം, എലീശ പറഞ്ഞതുപോലെ ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചപ്പോൾ ദൈവം അനുഭവം